നമ്മുടെ മമതാജിയുടെ കാര്യം പറഞ്ഞതുപോലെ ജഗൻമോഹൻ റെഡ്ഡിക്കും വലിയ തിളപ്പായിരുന്നു, വലിയ പൊളപ്പായിരുന്നു, വലിയ കിതപ്പായിരുന്നു. ഇപ്പോൾ ആ പൊളപ്പും തിളപ്പും ഒക്കെ ഒന്ന് മാറി, കാര്യങ്ങളെ യഥാവിധി ബോധ്യപ്പെട്ടു തുടങ്ങി. ജഗ്മോഹൻ റെഡ്ഡിയുടെ YSR ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കുമായി അടുക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതിവിശേഷം. രാജശേഖര റെഡ്ഡി കോൺഗ്രസിൻ്റെ ആന്ധ്രയിലെ വലിയ തുറുപ്പിച്ചീട്ടായിരുന്നു. ഒന്നാം UPAയിലെ കിങ് പിൻ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പലരും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പോലും അദ്ദേഹം വരും എന്ന് വിശ്വസിച്ചവരുണ്ട്. അദ്ദേഹം ഈ വ്യക്തിപരമായ ഇൻറ്റഗ്രിറ്റിയുടെ വിഷയത്തിലൊക്കെ ഒരുപാട് ചോദ്യം ചെയ്യപ്പെടുന്ന ആളാണെങ്കിലും വളരെ ഭരണപരമായ കരുത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത നേതാവായിരുന്നു. വളരെ ആകസ്മികമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം ഹെലികോപ്റ്റർ അപകടത്തിൽ. പിന്നീട് കോൺഗ്രസ് കാണിച്ച ഒരു വലിയ അബദ്ധങ്ങളിലൊന്ന് എന്നെല്ലാവരും വിശേഷിപ്പിച്ചിരുന്നത് റോസയ്യ എന്ന് പറയുന്ന ഒരു സീനിയർ ആളിനെ മുഖ്യമന്ത്രിയാക്കി എന്നുള്ളതാണ്. അച്ഛൻ മരിക്കുമ്പോൾ ഈ ജഗ്മോഹൻ റെഡ്ഡിക്ക് 10-25 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചുകൂടി ഒരു പക്വത വരട്ടെ എന്ന് കരുതിയാവണം റോസയ്യയെ ഏൽപ്പിച്ചത്. പക്ഷേ അദ്ദേഹം തയ്യാറായില്ല. YSR കോൺഗ്രസ് ഉണ്ടാക്കി പുറത്തുപോയി. സ്വാഭാവികമായി കേന്ദ്ര സർക്കാർ ഒരു പ്രതികാര നടപടി എന്നോണം കേസുകൾ ചുമത്തപ്പെട്ടു. എങ്കിലും വളരെ നിർണായകമായ ഭൂരിപക്ഷത്തിൽ ഈ പറയുന്ന ആന്ധ്രയും തെലങ്കാനയും രണ്ടാക്കിയ സംസ്ഥാനത്തിലെ ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായി അദ്ദേഹം വന്നു. യഥാർത്ഥത്തിൽ അവിടെ കോൺഗ്രസിൻ്റെ ആലോചന ഇല്ലായ്മയും അതിനേക്കാളുപരി ജഗ്മോഹൻ്റെ അപക്വതയുമാണ് അത്തരമൊരു സന്ദർഭത്തിലേക്ക് എത്തിച്ചത്. പിന്നീട് അദ്ദേഹം അധികാരത്തിൻ്റെ ഉത്തുംഗ ശ്രേണിയിൽ അങ്ങ് അഭിരമിക്കുകയായിരുന്നു. തൻ്റെ പിതാവിൻ്റെ ലൈനൊക്കെ വിട്ട് അദ്ദേഹത്തിന് സംരക്ഷണം വേണ്ടത് NDAയിൽ നിന്നായതുകൊണ്ട് ആ പക്ഷത്തേക്ക് ചരിഞ്ഞ് ചന്ദ്രബാബു നായിഡുവിനെ എന്തെല്ലാം തരത്തിൽ ദ്രോഹിക്കാമോ അത്തരം പ്രവൃത്തികളൊക്കെയായി മുന്നോട്ട് പോയി. തൻ്റെ സഹോദരിയായിരുന്നു ജഗ്മോഹൻ ജയിലിൽ കിടന്നപ്പോൾ ജാഥയൊക്കെ നടത്തി പാർട്ടിയെ പുനരുജ്ജീവിപ്പിച്ച് ആന്ധ്രയിൽ കൊണ്ടുവന്നത്. പക്ഷേ അധികാരത്തിലെത്തിയപ്പോൾ അവരെയും തൂക്കി പുറത്തേക്ക് കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടെ റിയൽ എസ്റ്റേറ്റുകാരും അടക്കമുള്ളൊരു വലിയ ടീമൊക്കെ കൂടി. ഇപ്പോഴും നമ്മുടെ കേരളത്തിലെ ദേശീയപാത പണിയുന്ന പല പ്രമുഖ കമ്പനികളിൽ ചിലതൊക്കെ അദ്ദേഹത്തിൻ്റെ ഓണർഷിപ്പിലുള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. എൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ കുത്തനെ താഴെ വീണത്. അതിനു മുമ്പ് YSRുമായി സഖ്യമുണ്ടാക്കാനും യോജിച്ചു പോകാനും നമ്മളൊക്കെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നിൻ്റെ അപ്പൻ ഞങ്ങളുടെ സ്വന്തമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് ചെന്നപ്പോൾ ഒട്ടും അടുപ്പം കാണിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പെട്ടപ്പോൾ എന്തെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കണമെങ്കിൽ ശക്തമായ ഒരു പ്രതിപക്ഷ നിര ഇന്ത്യ മുന്നണിക്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ജഗ്മോഹൻ റെഡ്ഡി ഇന്ത്യ മുന്നണിയുമായിട്ട് അടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനെതിരെ നടത്തുന്ന അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ നടത്തുന്ന ക്രൂരമായ നടപടികൾക്കെതിരെ ഡൽഹിയിൽ സമരം നടന്നപ്പോൾ ഇന്ത്യ ബ്ലോക്കിലെ പ്രമുഖരൊക്കെയും അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തി. യഥാർത്ഥത്തിൽ ആന്ധ്രയിൽ കോൺഗ്രസ്സിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മുന്നണി ബന്ധങ്ങളോ അല്ലെങ്കിൽ ലയനമോ ഒക്കെ അനിവാര്യമാണ്. അനുഭവങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞ ജഗ്മോഹനും അബദ്ധം പറ്റിയത് മനസ്സിലാക്കിയ കോൺഗ്രസും നല്ലൊരു തീരുമാനങ്ങളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം.